ഭാരത് ടൂർസ് ആൻഡ് ട്രാവൽസ്. എസ് പി അങ്കിളുടെ വീട്ടിൽ നിന്നാ വിളിക്കുന്നത്. 8 മണിക്ക് കാർ വരാന്ന് പറഞ്ഞിട്ട് എന്തേ വരാത്തെ? 9 മണിക്ക് വരാനാ സ്വാമി അങ്കിൾ എന്നോട് പറഞ്ഞത്. ഇനിയും 1/2 മണിക്കൂർ സമയമുണ്ട്. ഈ സാധാ ഡ്രൈവർമാരെ പോലെ എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ലെന്ന് സ്വാമി അങ്കിൾ പറഞ്ഞില്ലേ? ഓ, ഇത് നിങ്ങളുടെ നമ്പറായിരുന്നോ? ഞാൻ കരുതിയത് ഇന്നെങ്കിലും നിങ്ങൾക്ക് പകരം കൊള്ളാവുന്നൊരു ഡ്രൈവറെ അങ്കിൾ അറേഞ്ച് ചെയ്ത് കാണൂന്ന. പക്ഷെ അഹങ്കാരിയായ തന്നെയും തന്റെ ഫാമിലിയും കൊണ്ടാണ് കോട്ടയത്തേക്ക് പോകണ്ടെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ അഹങ്കാരിയാണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. 8 മണിക്ക് പുറപ്പെടാന്നാ സ്വാമി അങ്കിൾ ഞങ്ങളോട് പറഞ്ഞത്. 9 മണിയെന്നാണ് ഞാൻ കേട്ടത്. എങ്കിൽ തന്റെ ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. എന്റെ ചെവിക്ക് ഒരു തകരാറുമില്ല. സമയം മാറ്റി പറയുന്ന തന്റെ തലയ്ക്കാ തകരാറ്. എന്റെ തലയ്ക്ക് തകരാറുണ്ടെങ്കിലും ഇല്ലെങ്കിലും താൻ ഉടനെ ഇവിടെ എത്തണം. ഓഹോ, എങ്കിൽ ഞാൻ ഇതൊരു വെല്ലുവിളിയായിട്ട് കണക്കാക്കുന്നു. 10 മിനിറ്റിനകം ഞാൻ അവിടെ എത്തിയിരിക്കും. ഇൻഷുറൻസ് ഏജന്റിനെ കാണാതെ നിന്നെ ഞാൻ ഇവിടെ വിടത്തില്ല. സോറി, ഞാനൊരു 1/2 മണിക്കൂറിനകത്താം. താൻ 10 മിനിറ്റിനകം ഇവിടെ എത്തിയിരിക്കണം. നമുക്ക് വൈകുന്നേരം കണ്ടാ പോരെ? വൈകുന്നേരോ? ഉച്ചയ്ക്ക് മുമ്പ് ഞങ്ങൾക്ക് വീട്ടിലെത്തണം. ഇപ്പൊ തന്നെ എന്റെ കൂടെ വന്നേ പറ്റൂ. എടി, ഞാൻ പറയുന്നു കേക്ക്. എന്നെ എന്താ വിളിച്ചേ? എടീന്നോ? എടി പൊടിന്നൊക്കെ താൻ തന്റെ വീട്ടിലുള്ളവരെ പോയി വിളിച്ചാ മതി. അയ്യോ, ഞാൻ തന്നെയല്ല, ഇവിടെയാണ് എടീന്ന് വിളിച്ചത്. താൻ കിടന്ന് ഉരുളൊന്നും വേണ്ട. സ്ത്രീകളോട് ഒരു ബഹുമാനം ഇല്ലാത്തവനാ താനെന്ന് എനിക്കറിയാം. എനിക്ക് ഇപ്പൊ തന്നെ പോയേ പറ്റൂ. എടി, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. എടോ, തോന്നിയ ദിവസം പറയുന്നോ? ഞാൻ എന്താണോ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞാൻ തയ്യാറല്ല. അങ്ങനെ പറയല്ലേ. ലൈഫ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളാ. ഒന്ന് കോംപ്രമൈസ് ചെയ്യ്. ഓഹോ, അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ കോംപ്രമൈസോ? താൻ ആളൊട്ടും ശരിയല്ല. താനുമായിട്ട് ഒരു കോംപ്രമൈസിനും ഞാനില്ല. അയ്യോ, അത് ഞാൻ ഇവിടെ പറഞ്ഞതാ. എവിടെ പറഞ്ഞതായാലും തന്റെ കാർ ഇനി ഞങ്ങക്ക് വേണ്ട. അങ്ങനെ വേണ്ടെന്ന് വെക്കാനൊന്നും പറ്റില്ല. SP ഗ്രൂപ്പിന്റെ ഒഫീഷ്യൽ ട്രാവൽ ഏജൻസി എന്റേതാ, ഭാരത് ടൂർസ് ആൻഡ് ട്രാവൽസ്. ഞാൻ ഒഫീഷ്യൽ ആണെന്നുള്ളതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. തന്റെ കയ്യിൽ എന്ത് തെളിവുണ്ടെങ്കിലും SP അങ്കിളിനോട് ഞാനൊരു വാക്ക് പറഞ്ഞ തന്റെ ട്രാവൽ ഏജൻസി എന്നെ അങ്കിൾ പൂട്ടിക്കും. അയ്യോ, ഞാൻ അതിവിടെ പറഞ്ഞതാ. കുറെ നേരമായല്ലോ താൻ അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ വട്ടാക്കാൻ തുടങ്ങിയിട്ട്. മര്യാദക്ക് കാർ എടുത്ത് ഇങ്ങോട്ട് വാടോ. കുട്ടി ബഹളം വെക്കാതിരിക്കൂ, ഞാൻ ഉടനെ വരാം. ജസ്റ്റ് ഞാൻ അവിടെ എത്തുന്ന സമയം വണ്ടിയിൽ കേറി വണ്ടിയെടുത്തു. എന്നെ പറ്റിച്ച് കാർ എടുത്ത് പോകാനുള്ള നിന്റെ തന്ത്രം എനിക്ക് മനസ്സിലായി. പക്ഷെ എന്റെ നെഞ്ചത്തോടെ കേട്ടിട്ടേ നിനക്ക് ഈ കാർ എടുക്കാൻ പറ്റും. എടി, കിളി പോയവളെ ഒന്ന് മാറൂല. ആർക്കാടോ കിളി പോയത്? എനിക്കോ? അയ്യോ, അത് ഞാൻ ഇവിടെ പറഞ്ഞതാ. കിളി പോയവള് ഇവിടെ വെകിളി പിടിച്ചോളൂ. അവിടെ ഞാനാണോ കിളി പോയവള്? ഞാനാണ് വെകിളി പിടിച്ചവള്? എന്റെ ദൈവമേ, ചെകുത്താനും കടലിൽ അടയപ്പെട്ട അവസ്ഥയായല്ലോ എന്നത്. പറയടോ, എന്നെയാണോ താൻ ചെകുത്താൻ വിളിച്ചേ? നിങ്ങൾ ആരുമല്ല, ഞാനാ ചെകുത്താൻ. ഞാൻ തന്നെ കടലും, ഞാൻ തന്നെ ചെകുത്താനും. എനിക്കും ഇടയിൽപ്പെട്ട എന്നെ കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞേ. കൂടുതൽ വാചകം അടിക്കാതെ 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തിക്കോണം. ഇല്ലെങ്കിലേ നടക്കുന്നത് വേറെ ആയിരിക്കും. അയ്യോ, ഉടനെ വന്നേക്കാം. എടി, ഞാൻ അങ്ങോട്ടേക്ക് മൈന പോടി കിളി പോയാളെ. എടി, വണ്ടി നിറകടി, നമുക്ക് പോവാം. തനിക്കുള്ള 10 മിനിറ്റ് ആരംഭിച്ചു കഴിഞ്ഞു. കൃത്യം 600 സെക്കൻഡ് കഴിയുമ്പോ ഇവിടെ എത്തിയില്ലെങ്കിൽ നീയേ ഫോണിലൂടെ അവളുടെ ചീത്തവിളി കേക്ക്. അതിന്റെ കൂടെ ഡ്രൈവ് ചെയ്ത് നമുക്ക് നമ്മുടെ കാര്യം നടത്താം. തന്റെ ഗേൾഫ്രണ്ട് പറഞ്ഞാൽ ഞാൻ കേട്ടു. ആ വേലയൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ഇവിടെ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ടായി കഴിഞ്ഞു. ഇൻഷുറൻസ് ഏജന്റിനെ കാണാതെ ഞാൻ ഈ കാറിൽ നിന്ന് ഇറങ്ങില്ല മോനെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കാർ എടുക്കാം. കട്ടിയതാ. വണ്ടി ഇറങ്ങടി. കാർ എടുക്കടാ. പോയോടെ. രാവിലെ നമ്മുടെ ഓട്ടോ പിടിച്ചു വെച്ചിട്ടേ ഗേൾഫ്രണ്ടിലൂടെ കറങ്ങാൻ പോയിരിക്കുന്നു. അവളാണെങ്കിലേ ഒരു വട്ട് പിടിച്ച പെണ്ണാണെന്ന് സംസാരം കേൾക്കുമ്പോ തന്നെ അറിയാം. എന്തായാലും അയാൾക്ക് പറ്റിയ കക്ഷി തന്നെ.
ഇത്രയും ദൂരം പോകാനായിട്ട് അയാളെ തന്നെ വിളിച്ച സ്വാമിയങ്കിളിനെ പറഞ്ഞാ മതിയല്ലോ. രാവിലെ വല്ല ബസ്സിലും കയറി പോവാന്ന് ഞാൻ പറഞ്ഞതാ. അപ്പൊ എസ് പി അങ്കിളുടെ ബന്ധുക്കള് കാറിൽ തന്നെ പോണോന്ന് നിർബന്ധം പറഞ്ഞു. എന്നിട്ട് ഈ മരക്കഴുതയുടെ കാർ എന്നെ വിളിച്ചു. ആ ചേട്ടനെ കണ്ടപ്പോ തൊട്ട് ചേച്ചിക്ക് കട്ട കലിപ്പ. ചേച്ചി ഇങ്ങനൊന്നും ആരോട് സംസാരിക്കാറില്ലല്ലോ. പിന്നെന്താ ഈ ചേട്ടനോട് മാത്രം ഇങ്ങനെ? ആ ഒരു ചോട്ടൻ. അയാളെ കാണുമ്പോ തന്നെ എനിക്ക് കലി വരും. ഇത്രയും ഹൈപ്രായ ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആവശ്യമില്ലാത്ത സകലത്തിലും കയറി തലയിടും. എന്നിട്ട് അതൊക്കെ കൊളാക്കുകയും ചെയ്യും. എനിക്കങ്ങനെ തോന്നുന്നില്ല. ആ ചേട്ടൻ എന്തിലിടപെട്ടാലും അത് സക്സസ് ആ. സംസാരവും ആക്ഷനും ഒക്കെ കാണാൻ എന്ത് രസമാ. രസോ? രസടി സാമ്പാറ്. നീ ഒരു ഭാര്യ, അല്ലാതെ കോളേജിൽ പോകുന്ന കുട്ടിയല്ല. നിന്റെ വായനോട്ട സ്വഭാവം ഇവിടെ വെച്ച് നിർത്തിക്കോണം. ഞാനങ്ങ് പോയാലും അയാളെ പോലുള്ളവർ ഇവിടെയൊക്കെ തന്നെ കാണും. ആ ചൈത്രയും ദിവ്യപ്രഭ ആന്റിയും അയാളും ഒക്കെ ഒറ്റക്കെട്ടാ. ചൈത്രയോടും ആന്റിയോടും ഉള്ള ദേഷ്യം ചേച്ചി ആ ചേട്ടനോട് കാണിക്കുന്നത് എനിക്ക് മനസ്സിലായി. അവരോടുള്ള ദേഷ്യം മറ്റുള്ളവരോട് കാണിച്ച ചേച്ചി ചീത്തയായിട്ട് എന്താ പ്രയോജനം? അതൊന്നും വേണ്ട. എന്റെ ചേച്ചിയെക്കുറിച്ച് എല്ലാരും നല്ലത് പറഞ്ഞ് കേൾക്കാനാ എനിക്കിഷ്ടം. എന്നെ കുറിച്ച് ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട. ചൈത്രയും ആന്റിയൊക്കെ പ്രശ്നമാണെങ്കിലും ഞാൻ ഇവിടെ പിടിച്ചു നിന്നോളാം. അങ്ങനെ കഷ്ടപ്പെട്ടൊന്നും നീ ഇവിടെ ജീവിക്കണ്ട മോളെ. ഒട്ടും സഹിക്കാൻ പറ്റില്ലെന്ന് തോന്നിയാ അങ്ങ് വന്നേക്കണം. ഉള്ളതിന്റെ പങ്കുപറ്റി നമ്മുടെ വീട്ടിൽ ജീവിക്കാം. ഈ കെട്ടകാലത്ത് കേൾക്കുന്ന ചില വാർത്തകളൊക്കെ പേടിപ്പിക്കുന്നതാ. ചേച്ചി പേടിക്കുന്ന പോലെ ഇവിടെ സ്റ്റൗ ഒന്നും പൊട്ടിത്തെറിക്കില്ല.